ഹലോ, അസ്സാം വലൈക്കും. മെഹ്താജ് കിഡ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോണാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അതിനായി ആദ്യമായി കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് ഈ ഒരു കോണ് രണ്ടായിട്ട് മുറിച്ചാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് മുഴുവനോടെ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എത്രയായിട്ട് ആണോ വേണ്ടത് അങ്ങനെ പീസാക്കി എടുക്കാം. ഇത് ഞാൻ 2 കോണാണ് എടുത്തേക്കുന്നത്. 2 കോണും രണ്ടായിട്ട് മുറിച്ച് അങ്ങനെ 4 പീസുണ്ട്. ഇത് ഇനി നമുക്ക് ഗ്യാസിൽ വെച്ച് വേവിക്കാം. ഇത് ആവി കയറ്റിയാണ് എടുക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാം. ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ആവി കയറ്റുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലൊക്കെ ആവി കയറ്റത്തില്ലേ, അതുമാതിരി വെച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വേവിക്കുന്നത്. ഇതിൽ ഞാനൊരു 3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് 3ാമത്തെ വിസിലാണ് ഇപ്പോൾ കേട്ടത്. ഇനി നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ എല്ലാം പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊക്കെ ആവശ്യത്തിനുള്ള മുളക് പൊടി, അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ വെള്ളത്തിൽ വേവിക്കാൻ വെച്ച സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാനായിട്ട് വിട്ടുപോയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ വെള്ളത്തിലേക്ക് ഉപ്പ് വീഴ്ത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വേവിക്കാൻ വയ്ക്കുക കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യമായത് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്ര എടുത്തത് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് മുളക് തേച്ചെടുക്കാം. ഇത് പല രീതിക്കും വേവിച്ചെടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഒരു കയ്യിൽ മൊബൈലും ഒരു കൈ കൊണ്ട് ഈ ഒരു പണിയും കൂടി ചെയ്യുന്നത് കൊണ്ടാണ് കറക്റ്റ് വീഡിയോ കിട്ടാഞ്ഞത്. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണേ. ഇത്രയും നാൾ നല്ല ചൂടാണെന്നായിരുന്നു പരാതി. ഇപ്പോൾ നല്ല മഴയായി. ഇപ്പോൾ തണുപ്പൊക്കെ അത്യാവശ്യത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 3 പീസിലേക്കും മുളക് പുരട്ടി എടുത്തിട്ടുണ്ട്. ഒരു പീസിലേക്ക് ഒരാൾക്ക് എരിവ് വേണ്ടാത്തത് കൊണ്ട് എരിവ് തേച്ചിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എണ്ണ ഒന്ന് വീഴ്ത്തിയതിന് ശേഷം ഫ്രൈ പാനിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് മുളക് പൊടി ഒന്ന് ചൂടാകുന്നത് വരെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഭയങ്കരമായിട്ട് ഫ്രൈ ആവുകയൊന്നും വേണ്ട. ആ ഒരു മുളക് പൊടി മൂക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് മാത്രം. ദേ റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. ഓക്കെ, ഗുഡ് ബൈ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.